കടലേ നീലക്കടലേ നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ? നീറുന്ന ചിന്തകളുണ്ടോ? ഒരു പെൺമണിയുടെ ഓർമ്മയിൽ മുഴുകി ഉറങ്ങാത്ത രാവുകളുണ്ടോ? കടലേ നീലക്കടലേ കടലേ നീലക്കടലേ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് നിങ്ങൾ കാത്തിരുന്ന് കണ്ണു കുഴഞ്ഞിരിക്കുന്ന ഒരു ഗസ്റ്റാണ്. മരക്കാർ ദ ലയൺ ഓഫ് ദ സീ. എത്ര നാളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് മരക്കാറിനെ കാണാൻ. പക്ഷേ ഞാൻ ഇന്ന് ഈ വേദിയിൽ ഞാൻ മരക്കാറിനെ കൊണ്ടുവരുന്നു. സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനാർക്കലി മരക്കാർ. നമസ്കാരം അനാർക്കലി മരക്കാർ. രണ്ടുപേരും വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ പേരാണല്ലേ. അനാർക്കലി അത് എല്ലാവർക്കും അറിയാം, മരക്കാർ അതും എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? അനാർക്കലി ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പേര് ഇടണമെന്ന് വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോ വളരെ അങ്ങനെ എന്താ ഇതുപോലെ സലീമിന്റെ കാമുകിയായിരുന്നു അനാർക്കലി. അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഇട്ടതാണ്. പിന്നെ മരക്കാറ് നമ്മുടെ ഒരു ഫാമിലി നെയിമാണ്. ഫാമിലി നെയിം. ഓക്കെ ഓക്കെ. അങ്ങനെ അനാർക്കലി. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഷോയ്ക്ക്. കാണാറുണ്ടോ ഈ ഷോ? ജസ്റ്റ് ഞാൻ ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ റൂൾസ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എവിടെ താമസം? ഞാൻ കലൂര്, എറണാകുളത്താ. എറണാകുളത്ത്. നമുക്ക് തുടങ്ങിയല്ലോ. അനാർക്കലി മരക്കാർ, നല്ല പേര്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ സിനിമ ആനന്ദം അല്ലേ? എങ്ങനെയാണ് സിനിമയിലോട്ട് ഉള്ള വരവ്? സിനിമയിൽ എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു ആനന്ദം ചെയ്ത ക്യാമറാമാൻ ആനന്ദ് സി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, പ്രേമത്തിന്റെ ഒക്കെ സിനിമറ്റോഗ്രാഫർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആക്ച്വലി ചെറിയൊരു വേഷം ആണ്, അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, വെറുതെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അല്ലേ, എങ്ങനെയാണ് ഈ സിനിമയിൽ ഉള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്? എന്റെ ചേച്ചി ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പം ഡിറക്ഷൻ ഒക്കെ ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നടക്കുക. അപ്പൊ ആ ഒരു സമയം മുതലേ ചെറിയൊരു എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു പാഷൻ ആയിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ കാരണം. പിന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു റോള് വന്നു. അപ്പൊ വെറുതെ നമ്മൾ ആക്ച്വലി അത് ആനന്ദം ഷൂട്ട് ചെയ്തത് ഗോവയിലും ഹംപിയിലൊക്കെയാണ്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ. എത്ര സിനിമ കഴിഞ്ഞു? ഇപ്പൊ ഒരു 5 പടം, 5-6 പടമായി. പുതിയ സിനിമകൾ ഇപ്പം ഒരു സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഇപ്പം സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നത്. എവിടെ ലൊക്കേഷൻ? അത് തമ്മനത്തൊരു ഇൻഡോർ ആണ്, മൊത്തം ഇൻഡോർ ആണ്. അതെ. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുടിയുടെ ഇപ്പൊ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് എന്ത് കട്ടാണിത്? പ്രത്യേകിച്ച് പേരുണ്ടോന്ന് എനിക്കറിയില്ല. ഒരു കട്ട് അല്ലേ? ആക്ച്വലി സിനിമയ്ക്ക് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്ന പടത്തിന് വേണ്ടി ചെയ്തതാ. അപ്പൊ നേരത്തെ വേറെ ആയിരുന്നു? ബോയ് കട്ട് തന്നെയായിരുന്നു, പക്ഷെ ഈ ഒരു സ്റ്റൈൽ അല്ല. ഇഷ്ടം? അതെ. എന്താണ് ഒരു ആണാകാനാണോ ഇഷ്ടം? അങ്ങനെയല്ല, എന്റെ മുടി കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ബോയ് കട്ട് ആവുമ്പോഴാണ്. അത് സത്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കുളിക്കാനാണേലും ഇങ്ങനൊന്ന് വെക്കാനാണേലും വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റേ മുടി ഒരുപാടുള്ളവർക്ക് ഇങ്ങനെ ചീകി, അതുകൊണ്ടാണോ അതോ ഒരു നമ്മുടെ ഒരു പുരുഷ ലക്ഷണം വരട്ടെ എന്നുള്ള? ഇല്ല, എനിക്ക് മുടി ഉള്ളതും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ചേഞ്ച് വരണമെന്ന് തോന്നുമ്പോ വെറുതെ മുടി വെട്ടുന്ന. അത്രേ ഉള്ളൂ. കാര്യമൊന്നുമില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഉമ്മ, ചേച്ചി, അപ്പ. അങ്ങനെ. അപ്പ എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫർ. ഓ, അത് ശരി. പിന്നെ സിനിമയിലാണോ? അല്ല, വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ്. പിന്നെ ഫാഷൻ ഒക്കെ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും കലാപരമായിട്ടുള്ള മേഖലകളിലാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഒരാൾ അഭിനയം, ഒരാൾ ക്യാമറ, ഒരാൾ അസിസ്റ്റന്റ്, ഒരാൾ ആക്ടിവിസ്റ്റ് എന്ന് വേണ്ട മൊത്തത്തിലൊരു കലാപരമായിട്ടുള്ള ഒരു കുടുംബമാണ്. അതെ.